നോക്കടി നമ്മ ദിവസവനെ കണ്ടോണ്ടിരിക്കണത്. ഓടി നമ്മളെ രണ്ടും മേച്ച് സ്വപ്നം കാണാനുള്ള സമയം പോലും കിട്ടണില്ല. എന്ന് വെച്ചാ പരിചരിച്ചെന്ന്. എന്റെ മക്കളെ അച്ഛൻ അന്വേഷിച്ച ഒരാള് വന്ന് ഞാൻ രവിയേട്ടൻ ബാങ്കിലാണ് എന്താ കാര്യം ചോദിച്ചപ്പോഴേ ഇല്ല അച്ഛനോട് നേരിട്ട് പറഞ്ഞോളാന്ന്. അതിനിപ്പോ എന്തോ അത്ര ആലോചിക്കുള്ളായിരുന്നു. അല്ല അയാള് വന്ന നേരം തൊട്ട് വീടിനെ വല്ലാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. വീടിനെ അവിടെ നോക്കുന്നു ഇവിടെ നോക്കുന്നു. എനിക്കെന്തോ ഒരു അയ്യേ അത്രേ ഉള്ള അത് നമ്മുടെ വീടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചോണ്ടിരുന്നായിരിക്കും. അല്ലാതെ പിന്നെ എന്തോന്നു. എന്തമ്മ എന്ത് കാര്യത്തിന് അമ്മയ്ക്ക് സംശയമാണല്ലോ. എന്തോ പിള്ളേരെ പറയുന്നത് സംശയമൊന്നും അല്ലത്. പിന്നെ റിങ്കി അമ്മയുടെ കുറ്റാന്വേഷണം മനസ്സിൽ ഇങ്ങനെ തളർത്തി കിടക്കുന്നത്. അമ്മ അന്വേഷിക്കാം, എന്തെങ്കിലും ഉണ്ടാവും, വല്ല ചാത്തൻ സേവ് വല്ലതും ആയിരിക്കും. ഓടി എവിടുന്ന് ആ നോട്ടം അത്ര പന്തേടില്ല. എനിക്ക് എന്തോ ഒരു വല്ലാത്ത ടെൻഷൻ മാതിരി ഒരു വല്ലാത്ത നോട്ടം വീടിന്. ഇങ്ങനെയൊക്കെ നോക്കുവോ വീടിനാരെങ്കിലും? അച്ഛൻ വരും. എന്താണ് അമ്മ ഈ മക്കളും കൂടെ ഇങ്ങനെ ഒരു സംഭാഷണം? അതെ അച്ഛാ, അമ്മ ഇപ്പോഴത്തെ സമൂഹത്തിനെ പറ്റി ആലോചിച്ച് ഭയങ്കര ചിന്തയിലാണ്, ഭയങ്കര ആവലാതിയിലാണ്. എന്തു പറ്റി? അതൊന്നും ഇല്ല അച്ഛാ. ഒരാള് വന്നിട്ട് വീടിങ്ങനെ വാച്ച് ചെയ്തു. അതിനാണ് അമ്മ ഈ കിടന്ന് ഓരോന്ന്. രവിയേട്ടനെ അന്വേഷിച്ച ഒരാള് വന്നു. രവിയേട്ടൻ ഇല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കാര്യമൊന്നും പറയാതെ ഞാൻ നേരിട്ട് പറഞ്ഞോളാം ഒരു പോക്ക്. അങ്ങോട്ട് ഇറങ്ങിപ്പോയല്ലേ? എന്റെ ഒരു ഫ്രണ്ടാ. അതെ, ഒരു ലോണിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നത്. ഇപ്പൊ എങ്ങനെ? ഞാൻ വഴി വെച്ച് കണ്ട് സംസാരിച്ചിപ്പോ. ലോണിന്റെ കാര്യമാണെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ വഴിയേക്ക്. നിന്റെ അടുത്ത് പറയാ നീയാണോ ബാങ്ക് ജോലി ചെയ്യണേ? ലോണിന്റെ കാര്യം അവളോട് പറയാം. അച്ഛാ ബിഹേവ്. അമ്മയടുത്ത് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടേ? അമ്മയ്ക്ക് ജോലിയും കൂലിയും ഇല്ലെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ അമ്മയെ നോക്കിയിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അമ്മയ്ക്ക് ബാങ്കിൽ ജോലിയില്ല, അതിന്റെ വിദ്യാഭ്യാസവും വിവരമൊന്നും അമ്മയ്ക്കില്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ? അമ്മ ഇപ്പൊ തുടങ്ങും. അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അമ്മ ഇപ്പൊ തുടങ്ങും. MCOM ഞാൻ മറ്റേ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു, ഡിസ്റ്റൻഷൻ ഇതൊക്കെ അടുക്കളയിരുന്ന ഞാനും റിങ്കിങ് കൂടെ കേൾക്കട്ടെ. എന്റെ പൊന്നച്ഛൻ അച്ഛൻ ഇങ്ങനെ പറഞ്ഞാ മതി. എവിടെങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇടോ? ഫുൾ സ്റ്റോപ്പ് ഇടോ? നിർത്തിയ കഴിഞ്ഞ രവിയേട്ടാ പുള്ളി വന്നിട്ട് വീട് ഒരുമാതിരി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. എനിക്കത് കണ്ടിട്ട് എനിക്ക് പേടിയായി. ആരാ എന്താന്നൊന്നും പറയുന്നുമില്ല. ഒന്നും പേടിക്കണ്ട, എന്നപ്പോ നോക്കിയെന്നേ ഉള്ളൂ. എന്നെ കണ്ട് സംസാരിച്ചു. ബാ ചായ ഇട്ടര മാറും. എന്താണ് അമ്മ കിട്ടുന്ന സമയം കളിയാക്കി പോണം. ഓഹോ അങ്ങനെ പിന്നെ അല്ലാതെ ഇന്ന് മോളെ വർക്കൗട്ടൊക്കെ നേരത്തെ കഴിഞ്ഞു. ക്ലയൻസ് കുറവായിരുന്നു അച്ഛാ. കുട്ടാതെ വിശക്കണേ. എന്തുവാടി ആക്രാന്തം? ആക്രാന്തം? ആ താങ്ക് യു. എന്റെ അമ്മ ചമ്മന്തി ഇടിയപ്പോ. അമ്മ എന്തുവാടി നല്ല കോമ്പിനേഷൻ അല്ലേ? എനിക്ക് ഇഷ്ടല്ലേ ഈ കോമ്പിനേഷൻ. ഇടി എന്നും ചപ്പാത്തി ആക്കണ്ടല്ലോ എന്ന് കരുതി വെറൈറ്റിക്ക് പിടിച്ചതാണ് ഇടിയപ്പവും ചമ്മന്തി. അമ്മ എനിക്ക് വിശക്കണ്. ഇടിയപ്പം ആയാലും ചപ്പാത്തി ആയാലും എന്തായാലും ഞാൻ കഴിച്ചോളാം. ഇതാ നീ കഴി. മക്കളെ ഇന്നത്തേക്ക് കഴിക്കിടിയപ്പോ. എനിക്ക് വേണ്ട അച്ഛാ, എനിക്കുള്ളത് കൂടെ അവക്ക് കൊടുത്താൽ. അതെ ദേഷ്യം പിടിപ്പിക്കില്ല, കഴിക്കണം കേട്ടോ. എനിക്ക് ഇഷ്ടല്ലേ. എനിക്ക് കണ്ടപ്പോ തന്നെ എന്റെ മൂഡ്. ഇടിയപ്പം ചട്നി എന്നൊക്കെ പറയുന്നത് പണ്ടത്തെ കോമ്പിനേഷൻ ആണ്, നാടൻ കോമ്പിനേഷൻ ആണ്. ഈ ഇറച്ചിക്കറിയും ഇതൊക്കെ മസാലക്കറിയൊക്കെ ഇപ്പോഴല്ലേ വന്നത്. കഴിച്ചോക്കെ ഇടയ്ക്കിടയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കണം. സ്റ്റൂ ഒക്കെ ഉണ്ടായിരുന്നു കഴിക്കാൻ. ഇത് എന്തോന്ന് ഇത് ചമ്മന്തി ഇടിയപ്പോ? അച്ഛൻ പറഞ്ഞില്ലേ ഇന്നത്തേക്ക് ചട്നി ഒഴിച്ച് കഴിക്കും മോളെ. വേണ്ട വേണ്ട എണീറ്റ് പോടി മോളെ. എന്തോന്ന് മണി, നിനക്ക് അറിഞ്ഞൂടെ അവൾക്ക് ഇടിയപ്പൊന്നും ഇഷ്ടമല്ലെന്ന്? ഒരു ചപ്പാത്തി കൊണ്ടുപോയി കൊടുത്തിട്ട്. മാത്രമല്ല ഇപ്പൊ അവള് ഡയറ്റ് കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞ് ഗോതമ്പല്ലേ കഴിക്കണം എന്ന് പറഞ്ഞത്. അവള് ഡയറ്റ് എന്ന് പറഞ്ഞാൽ അവള് ഡയറ്റ് ചെയ്യുന്നുണ്ടോ? ചപ്പാത്തി ആണെങ്കിൽ അവള് 10-12 ഒരുമിച്ചിരുന്ന് കഴിക്കും. അമ്മ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഈ ഭക്ഷണത്തിന് മുമ്പ് ഇങ്ങനെ പിണങ്ങി പോവേന്നുമില്ല. അവൾക്ക് ഈ ഇടയായിട്ട് ഭയങ്കര അഹങ്കാരമാണ്. രവിയേട്ടൻ കഴിക്കണില്ലേ? ഞാൻ കഴിക്കുന്നുണ്ട്. ഞാൻ അവളെ വിളിച്ചോണ്ടിരാം. അവള് വിശന്ന് കിടക്കണ്ടേ? എന്ത് അവള് വേണമെങ്കിൽ വന്ന് കഴിക്കട്ടെ. രവിയേട്ടൻ വേറെ പണിയൊന്നും ഇല്ലേ? ഇങ്ങനെ കൊഞ്ചാൻ നിന്ന് കഴിഞ്ഞാൽ അതിനൊക്കെ വളയിട്ട് കൊടുക്കണതിന്റെ ആവശ്യം തോന്നുന്നു. ഇരുന്ന് കഴിക്കാൻ നോക്ക്. ഓ മോള് കഴിക്കാത്തതിൽ ഇനി അച്ഛന് ഭയങ്കര ദേവ് ദാക്ഷിണ്യം. അവൾക്ക് 2 ആവശ്യം കൂടി ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ.
എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്